വീട്ടുജോലിക്കാരിയായ സത്യഭാമയ്ക്ക് കൂട്ട് വാക്കുകളാണ്. പകൽ മുഴുവൻ നീളുന്ന ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഈരടികൾ അവർ സൂക്ഷിച്ചുവെക്കും. രാത്രിയിൽ അവ കോർത്തുവെച്ച് കവിതയാക്കും. അടുക്കളയിലെ പാത്രങ്ങൾക്കിടയിലും അടുപ്പിലും അലക്കുകല്ലിലും സത്യഭാമ കവിത കണ്ടെത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഈ 54 വയസ്സുകാരി ഇതുവരെ എഴുതിയത് 1000-ലേറെ കവിതകൾ. കൂരിരുൾ മൂടിയോരാകാശമേഘങ്ങൾ പേമാരിയായിന്നു പെയ്തിറങ്ങി, വേനലിൻ ചൂടേറ്റുണങ്ങിയ ഭൂമിയിൽ ആദ്യത്തെ നീർത്തുള്ളി വീണ നേരം. കവിത എഴുതി തുടങ്ങി തുടക്കം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലം മുമ്പാണ്. 96 കണ്ട് 2 എണ്ണമൊക്കെ എഴുതി വെച്ചു. പിന്നെ അങ്ങനെ തോന്നിയില്ല, പിന്നെ എഴുതിയില്ല. പിന്നെ ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയിട്ട് എഴുതി തുടങ്ങി. അത് ഇങ്ങനെ പാടിച്ചു വരെ തുടക്കേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വരി മനസ്സിലിങ്ങനെ വരും. പിന്നെ അപ്പം ഞാൻ അതിൽ കൊണ്ടു നടക്കുമ്പോൾ വേറെ വരി കിട്ടും. അങ്ങനെ വരുന്നത് പിന്നെ രാത്രി പോയിട്ട് എഴുതി വയ്ക്കും. കഴിഞ്ഞ 10 വർഷത്തോളമായി സത്യഭാമ വീട്ടുജോലി ചെയ്യുന്ന പട്ടാമ്പി സുദർശനയിലെ ഇന്ദിരാ മോഹനനും മരുമകൾ ഡോക്ടർ ആർദ്ര വിനോദുമാണ് ജോലിക്കാരിയിലെ കവിയെ തിരിച്ചറിഞ്ഞത്. സത്യഭാമയുടെ കവിതകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പോസ്റ്റ് ചെയ്തത് ആർദ്രയാണ്. അങ്ങനെ സത്യഭാമയുടെ കവിതകൾക്കും വായനക്കാരുണ്ടായി. അധികം വൈകാതെ ആദ്യ കവിതാ സമാഹാരമായ പാഴ്മുളം തണ്ടിലെ പാട്ട് പുറത്തിറങ്ങി. ആൽബത്തിനാക്കാനും സപ്പോർട്ട് ആക്കും ഈ വീട്ടുകാരാ. ചേച്ചിയും ഡോക്ടർ ആർദ്രയും ഇവിടെ മാത്രം സപ്പോർട്ട് തന്നെയാണ്. പിന്നെ അവർ സംസാരിച്ചിട്ട് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുക ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് സഹിസംഘടന പറഞ്ഞ് അവർ നമ്മൾ കണ്ടിട്ടില്ല ആളേനെ, അവരെന്നെ പറഞ്ഞിട്ട് പിന്നെ അവർ പാട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ആർദ്ര മൊബൈലിൽ അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ആളത് പാട്ടാക്കിയിട്ട് കൊടുന്നു. പിന്നെ അത് ആൽബാക്കി. സത്യഭാമയുടെ 4ഓളം കവിതകൾ സംഗീത ആൽബവുമാക്കിയിട്ടുണ്ട്. ഒറ്റപ്പാലവും പട്ടാമ്പിയും കേന്ദ്രീകരിച്ചുള്ള സൗഹൃദ കൂട്ടായ്മകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. വീട്ടിലെ സാഹചര്യങ്ങളാണ് 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്താൻ കാരണം. പിന്നീട് നിർമ്മാണ തൊഴിലാളിയായി. അതിനുശേഷം വീട്ടുജോലിക്കാരിയുടെ വേഷം. 51ാം വയസ്സിലാണ് സത്യഭാമ വിവാഹിതയാകുന്നത്. എന്നാൽ ആ ദാമ്പത്യം വെറും 1.5 വർഷം മാത്രമാണ് നീണ്ടുനിന്നത്. എഴുത്തുകാരിയുടെ ദുഃഖങ്ങൾ കവിതയിലും പ്രതിഫലിച്ചു. അഞ്ചാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. 5ൽ പഠിപ്പ് നിർത്തി. അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോകാൻ പറ്റാതെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നു. പിന്നെ പണിക്ക് പോവുക ചെയ്ത് 11ാമത്തെ വയസ്സിൽ തൊട്ട് പിന്നെ പണിക്ക് പോകാൻ തുടങ്ങി. അത് തീപ്പെട്ടി കമ്പനി, പിന്നെ വീട്, പിന്നെ കെട്ടിട നിർമ്മാണ പണി, അങ്ങനെയൊക്കെ. ഇപ്പോൾ പിന്നെ ഇവിടെ ബാങ്കിൽ സീപ്പർ പണി, സ്പീച്ചിൽ, പിന്നെ ഇവിടെ ഒരു വീട്ടിലും അങ്ങനെയൊക്കെ പോകുന്നു പണിയിട്ട്. സത്യഭാമ അടുക്കളയിൽ ജോലി തിരക്കിലാണ്. പണി കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകണം. തൻ്റെ അടുത്ത കവിതയുമായി. അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.